ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിൽ ഇരിക്കാം എന്ന് വിചാരിച്ചപ്പം വെള്ളമില്ല ഗൈസ്. ഇന്നലെ രാവിലെ പോയത് മീൻസ് കറണ്ടല്ല, വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴും ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ വെള്ളമില്ലാതിരുന്നു കേട്ടോ. ടാങ്കിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ അതും തീർന്നു. അപ്പോഴത്തേന് പിന്നെ നീലൂട്ടനെയും കൊണ്ട് അവിടെ നിൽക്കുന്നത് ശരിയാകത്തില്ല. ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കാം, വെറുതെ ഇരിക്കുന്നതിന് ഒരു സുഖത്തിൽ. വെള്ളമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. ഇന്നലെ രാവിലെ തീർന്നതാണ് വെള്ളം. ഇന്ന് രാവിലെ ആയപ്പോഴും വന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് സാധാ ഒരു ദിവസമല്ല കേട്ടോ. നമ്മുടെ തിരുവോണം ആവാറായി. ഇന്ന് അത്തം തുടങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഓണം ആഘോഷമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പിന്നെ നമ്മുടെ അച്ഛനില്ലാത്ത ആദ്യത്തെ ഓണമല്ലേ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ആഘോഷമൊന്നുമല്ല, ഒരാഘോഷവും ഇല്ല നമുക്ക്, ഓണമേ ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തപ്പൂ ഇടാത്തതും. ഇല്ലെങ്കിൽ അത്തത്തിൻ്റെ അന്ന് മുതൽ 10 ദിവസം അത്തപ്പൂക്കളം ഇടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ അത്തത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. വെള്ളമില്ല ഗൈസ്, വെള്ളമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ അവിടെ വെള്ളമില്ല. അവിടെ എന്തോ പൈപ്പിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വെള്ളം അവർ നിർത്തി വെച്ചേക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഈറ്റിൻ്റെ ഡേ എടുക്കാനുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. മുമ്പേ ഇരുന്നൊരു ആപ്പിൾ കഴിച്ചു. ചേട്ടായി ജോലിക്ക് പോയിട്ട് ഉച്ചയായപ്പോൾ വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പം ആപ്പിൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്. ഏത്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. ഇനി വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും നേരം കഴിച്ചത് ഫുഡൊന്നും അല്ലേന്ന്. ആണ്, പക്ഷേ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കണമല്ലോ. അങ്ങനെ ഞാനൊന്ന് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി ഒരു ചെറിയ ലിപ് ബാമൊക്കെ എടുത്തിട്ട് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചേട്ടയുടെ ടീഷർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. കൊള്ളാമോ ഇല്ലയെന്ന് പറയണേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുക. അമ്മ ചീനി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ചീനിയും മുളക് ചതച്ചതും കൂടി കഴിക്കും കേട്ടോ. പച്ചമുളകും ചതച്ച്, ചുവന്നുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കുഴച്ചിട്ട് ചീനി കഴിക്കുക. ചീനി കഴിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് വിശപ്പടങ്ങുന്നില്ല ഗൈസ്. ചോറ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കുറച്ച് അവിയലും കുറച്ച് പയറ് മെഴുക്ക് വരട്ടിയും കുറച്ച് സാമ്പാറും എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. അപ്പോൾ ഫാൻ കറങ്ങുന്നതിൻ്റെ സൗണ്ട് ഇവിടെ കാണും കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയാണ് ചോറ് കഴിക്കാനായിട്ട് പോകുന്നത്. വൈകിട്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് തുണികൾ എടുത്തുകൊണ്ട് വരണം. ഇന്ന് വെള്ളം വരുമെന്നാണ് വിചാരിച്ചത് കേട്ടോ, പക്ഷേ വെള്ളം വന്നില്ല. നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പം, നമ്മുടെ വീടിൻ്റെ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വെള്ളം വന്നിട്ടില്ല. അപ്പോഴുണ്ട് ചേട്ടായിയുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, നാളെ വെള്ളം വരത്തുള്ളൂ. 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വെള്ളം ഇല്ലയെന്ന് ഉള്ളതുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തേനുള്ള വെള്ളം പോലും ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ ചേട്ടായിക്ക് മീറ്റിങ്ങിന് പോകണം. ഇന്ന് രാത്രി ചേട്ടായിക്ക് മീറ്റിങ്ങിന് പോവും. ട്രെയിൻ കയറും. തൃശ്ശൂർ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിങ്. അപ്പോൾ ഇന്ന് രാത്രി പോയിട്ട് നാളെ രാത്രിയിലേ തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇവിടെ ആകുമ്പോൾ അമ്മയുടെ വീട്ടിലാകുമ്പം കിണറുണ്ട്. ഇവിടെ പൈപ്പ് ഇന്ന് വെള്ളം ഇല്ലെങ്കിലും നമുക്ക് കോരിയെങ്കിലും എടുക്കാം. അങ്ങനൊരു ഉപകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലാട്ടോ.
അപ്പോൾ ഫുഡ് കഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് വാട്ട ഈറ്റിൻ്റെ ഡേ എടുക്കാനുള്ളൊരു വ്ളോഗ് പോലുണ്ട് കേട്ടോ ഇത്. ഈ വ്ളോഗ് മൊത്തം ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുന്നത്. തീറ്റി എന്നുള്ള വിചാരമേ ഉള്ളൂ. അങ്ങനെ ഇത് റെക്കോർഡ് ചെയ്തിരുന്ന സമയത്താണ് ചേട്ടായില്ല നീലൂട്ട ഉണർന്നു കേട്ടോ. പിന്നെ അവൻ ഒന്നുകൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പയ്യെ ഇരുന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആഹാരം കഴിക്കുമ്പോൾ വേറെ ഒരു ഡിസ്റ്റർബൻസും പാടില്ല. ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ആരും എന്നെ വിളിക്കാനും പാടില്ല ഒന്നിനും. വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമായിരിക്കും. ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് നീലൂട്ട ഇവിടെ നിന്ന് കളിക്കും കേട്ടോ. അച്ഛൻ്റെ ചേട്ടായിയുടെ അച്ഛൻ്റെ പിന്നെ നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടല്ലോ, അതിവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അത് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നീലൂസ് നിക്കറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഫുൾ എടുക്കാത്തത്. അപ്പോൾ അവൻ അതിൽ കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ വണ്ടിയാണെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കിടന്നുറങ്ങി കേട്ടോ. സുഖമായിട്ട് രണ്ടുപേരുടെ കിടന്നുറങ്ങി. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഉറക്കവും വരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കി വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിൽ. അങ്ങനെ പിന്നെ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ഞാനായിട്ട് വ്ളോഗിന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാനിവിടെ കണ്ണും മിഴിച്ച് മങ്ങസ്യാന്ന് കിടക്കുന്നു. അപ്പോൾ ഇനി പിന്നെ കാണാം കേട്ടോ. പിന്നെ വരാം. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. ഉറങ്ങി വന്നായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് നീലൂട്ട് ഒരു താക്കോലിൻ്റെ ഒരു കൂട്ടം താക്കോലുകളുണ്ടായിരുന്നു. അപ്പം അതെടുത്തുകൊണ്ട് നടന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് അത് തപ്പി വന്നപ്പോഴത്തേനും ഞാൻ ഉണർന്നു. ആ സൗണ്ട് കേൾക്കുന്ന ചേട്ടായി കൂർക്ക വലിക്കുന്ന കേട്ടോ. കേൾക്കണോ? കേട്ടാ? അപ്പോൾ ഇവിടെ ഒരു കുരു വന്ന കാര്യം പറഞ്ഞില്ലേ, അത് പൊട്ടി ഗൈസ്. പൊട്ടി. ഞാൻ തന്നെ പൊട്ടിച്ചത്. അതെനിക്കിങ്ങനെ കുരു ഇങ്ങനെ വന്നിരിക്കുമ്പം അത് പഴുത്തിട്ടത് ഉണങ്ങത്തില്ലേ, ഇങ്ങനെ കട്ടിയായിട്ടിരിക്കത്തില്ലേ, അപ്പോൾ അതിങ്ങനെ ചൊറിഞ്ഞ് അതിങ്ങനെ ഇളക്കണം. എനിക്ക് ഒരു ആണി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഇളക്കണം. ഞാൻ ഇളക്കിയത്. അപ്പോൾ അവിടുന്ന് വെള്ളം വരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നമ്മളങ്ങനെ വന്നിനി വൈകിട്ട് വീട്ടിലോട്ട് പോകണം കേട്ടോ. വീട്ടിൽ പോയിട്ട് തുണികളും കാര്യങ്ങളും വെള്ളം ഇനി നാളെ വരത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോയാൽ ശരിയാവില്ല. നീലൂട്ടനും കൂടി ഉള്ളതുകൊണ്ട് ശരിയാവില്ല. അപ്പം വൈകിട്ട് പോയി നമ്മുടെ 2-3 തുണികളും കൂടി എടുത്തുകൊണ്ട് വരണം. നീലൂട്ടൻ ഇടാനുള്ള തുണികൾ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെ അതെടുക്കണം. പിന്നെ ചേട്ടാ ഇന്ന് രാത്രിയിൽ ഇവിടെ മീറ്റിങ്ങിന് പോവും, തൃശ്ശൂർ പോവും. അപ്പം അതിനുള്ള കുറച്ച് തുണികളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ട്. അതെല്ലാം പോയി എടുക്കണം. പിന്നെ അവർക്ക് മുണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. മുണ്ടും ജുബ്ബയും എടുത്ത് വെച്ചേക്കുന്നത്. കാരണം ഓണത്തിൻ്റെ ഒരു എന്തോ സംഭവമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മുണ്ടാണ് കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. സാധാരണ പാൻറ്റും ഷർട്ടും ഇട്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്, മീറ്റിങ്ങിന് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം മുണ്ടും ജുബ്ബയോ ഷർട്ടോ മുണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് വെച്ചേക്കുന്നു. ജുബ്ബ എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ മുണ്ടിനി തേക്കാനുണ്ട്. ഞാൻ ഇന്നലെ മുണ്ടൊന്ന് കഴുകിയിട്ടായിരുന്നു. കഞ്ഞി മുക്കൂലേ, അതിനുള്ള പശ ഇല്ലായിരുന്നു കേട്ടോ. തുണി നമ്മൾ നല്ല ക്രിസ്പ് ആൻഡ് ഷൈൻ ആയിട്ടുള്ള ക്രിസ്പ് ആൻഡ് ഷൈൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ വഴിയുണ്ടല്ലോ, കഞ്ഞോളം കഞ്ഞി മുക്കുക എന്ന് പറയും. അപ്പോൾ അത് മുക്കിയൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തേച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ പോയി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ വൈകിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞു. ഞാൻ വന്ന് കിടന്നതാ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. ഞാൻ പറയുന്ന കേട്ടോ ഉണ്ട്, കൂർക്കം വലിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈകിട്ട് പോകുമ്പോൾ കാണാം കേട്ടോ.